ഈ അലർജി ഒരു രോഗമാണോ? അല്ല, ഇത് രോഗമല്ല. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ തെറ്റായ നിർദ്ദേശം കാരണം, അതായത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ തെറ്റായ നിർദ്ദേശം കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അത് പലതരത്തിലാവാം. മൂക്കിലെ ദശ മുതൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായ ആസ്മ, ബ്രോങ്കൈറ്റിസ് വരെയുള്ള പ്രശ്നങ്ങൾ ഇതിൽ കാണാം. ചില ആളുകൾക്ക് സ്കിൻ അലർജീസും കാണാം. ഇതിനുള്ള കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിലെ IgE കൗണ്ട്, അത് നമ്മുടെ വീട്ടിലൊക്കെ ക്യാമറ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കണം. അതായത് നമ്മുടെ വീട്ടിൽ ക്യാമറ എങ്ങനെ പ്രവർത്തിക്കുക? ഈ കള്ളന്മാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കാണാനും, അതേപോലെ നമുക്ക് അറിയാത്ത ആളാണെങ്കിൽ മനസ്സിലാക്കി അതിനുള്ള ഒരു നിർദ്ദേശം തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീടൊക്കെ അടച്ചിടും, ജനലുകളും വാതിലുകളൊക്കെ അടച്ചിടും. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് അണുക്കളും അതുപോലെ പൊടി, പുക ഇതൊന്നും കയറരുതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ക്യാമറയാണ് IgE. ഇത് നമുക്ക് തെറ്റായ നിർദ്ദേശം തന്നാൽ എങ്ങനെ ഇരിക്കും? ചെറിയ പൊടി, ചെറിയ തണുപ്പ്, ചെറിയ ക്ലൈമറ്റിലുള്ള ചേഞ്ച്, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്കാർക്ക് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? ഇതിന് റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യും? അടച്ചിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അതിൽ വരുന്നതാണ് നമ്മുടെ മൂക്ക് അടക്കുക. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഡോറല്ല അടക്കുക, അതേപോലെ മൂക്ക് അടക്കും. അത് മൂക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടക്കുമ്പോൾ നമ്മൾ അതിന് ദശാന്ന് വിളിക്കും. അത് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കുണ്ടാവും, പിന്നെ ടോൺസിൽസ് വലുതാവും. അതിലും ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ട്രക്കിയൽ ട്രാക്കിൽ കഫം കെട്ടും, അതുപോലെ ശ്വാസകോശത്തിനുള്ളിൽ കഫം കെട്ടും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആസ്മയായിട്ടോ, ബ്രോങ്കൈറ്റിസ് ആയിട്ടോ, ടോൺസിലൈറ്റിസ് ആയിട്ടോ, അഡിനോയിഡ് ഹൈപ്പർട്രോഫി ആയിട്ടോ, നേസൽ പോളിപ്പ് ആയിട്ടോ, മുക്കിലെ ദശയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? നമുക്ക് ഉണ്ടായ പ്രശ്നത്തെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ഇത് പ്രശ്നം സോൾവ് ചെയ്യോ? ഇല്ലല്ലോ. ഒരാൾ പേടിച്ചിട്ട് വാതിലടക്കുക, എന്നിട്ട് നമ്മൾ അത് തള്ളി തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ആളുടെ പേടി മാറുമോ? ഇല്ലല്ലോ. നമ്മുടെ ശരീരം ഒരു തെറ്റായ നിർദ്ദേശം കാരണം ഒരു ഭയത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ തുറന്നിടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരുടെ ഉള്ളിലുള്ള ഭയം മാറണം. അപ്പോഴാണ് നമ്മൾ കഫം പ്രൊഡക്ഷൻ കുറയുക, അതുപോലെ ടോൺസിൽസ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് കുറയുക, അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ചുരുങ്ങി വരിക, ദശ അങ്ങനെ ചുരുങ്ങി വരിക. ഇതിനെന്താ നമ്മൾ ചെയ്യുക? ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മരുന്നിനെ ചെറിയ ഡോസിൽ കൊടുക്കും. അതായത് ഈ രോഗിയുടെ പ്രത്യേകത പഠിക്കും. ഈ IgE കൗണ്ടിന്റെ തെറ്റായ നിർദ്ദേശം കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്ന് പഠിക്കും. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ രോഗിയിലും വ്യത്യസ്ത പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അത് പഠിച്ച് അതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മെഡിസിൻസ് കൃത്യമായ ഡോസിൽ നമ്മൾ അങ്ങ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ചെറിയ തോതിൽ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം അതിനോട് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങും. ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നോർമൽ ആവാൻ തുടങ്ങും. ഇവരുടെ ശരീരം ഇതിനോട് അങ്ങ് യോജിക്കും. അപ്പൊ എന്ത് ചെയ്യും? പയ്യെ കഫം പ്രൊഡക്ഷൻ കുറയും, അതുപോലെ തന്നെ ടോൺസിൽസിന്റെ എൻലാർജ്മെന്റ് കുറയും. അങ്ങനെ ഓരോ ഭാഗം മെല്ലെ തുറക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്കിത് പരിപൂർണമായിട്ടും മാറുന്നത്. ഇതേ രീതിയിൽ നമ്മൾ ചികിത്സിച്ചാൽ മാത്രമേ നമുക്കിത് പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തെ പരിസരമായിട്ട് ശീലമാക്കി വെക്കുക, അതായത് ഇതിനോട് ഇണങ്ങി ചേർന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ചെയ്താൽ മാത്രമേ നമുക്ക് അലർജി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു. സ്റ്റേ ഹെൽത്തി.